ഹായ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എണിച്ചിട്ട് നമുക്ക് ഇപ്പോൾ വന്ന് ചക്കപ്പുട്ടാക്കണം അല്ലേ? ഇന്നൊരു ചക്കപ്പുട്ടാക്കാം. അപ്പോൾ ചക്കപ്പുട്ടെല്ലാം എല്ലാവരും ആക്കൽ തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നാസ്തയ്ക്ക് ചക്കപ്പുട്ട് അല്ലേ? അപ്പോൾ ഇല വേണം ഇനി, പിന്നെ കുറച്ച് ഏലക്കി ഇങ്ങനത്തെ എല്ലാം വേണം. അപ്പോൾ നമുക്കത് എങ്ങനെ ആക്കണതെന്ന് നോക്കാം. അപ്പോൾ ഇല വേണം, ഇലക്കി പോകാം. ജോളെല്ലാം ഇത്ര വലുതായി, പിന്നെ ബസലയും വലുതായി. നമ്മുടെ ബസല പന്തലിലെല്ലാം കയറി. അപ്പോൾ അപ്പൂട്ട മുണ്ടുടുത്തിന് മഴയെല്ലാം വന്നുകൊണ്ട് നല്ല കളർ, പച്ച കളറായിട്ട് എല്ലാം നിന്നിട്ടുണ്ട്. അല്ലേ, ഇത് മുറുക്കിയത് ഇപ്പുറത്തെ മതിയല്ലേ? അല്ലേ, ഫ്രഷ് അല്ലേ? ഇപ്പോൾ പുഷ്ടാവും അല്ലേ? മതി മതി. നമ്മൾ ഇത് 7th മൈലിൽ നിന്ന് കൊടുക്കുന്നത് ചെടികൾ നട്ടത് ഇതാ. വാടിക്കൊന്നുമില്ല, മഴ കാരണം നല്ല ചിഗറ് വന്ന്. ഇതപ്പോ അവിടുന്ന് കൊടുന്നത് പുതിന, പിന്നെ ഇത് എന്താ ഗാളിച്ചപ്പ്, അരൂത, ദൊഡ്ഡപത്ര, പിന്നെ അത് ബിരിയാണിക്കെല്ലാം ഇടുന്ന ഒരു ചപ്പ്. അപ്പോൾ അന്ന് കൊടുന്ന് നട്ടപ്പോൾ എല്ലാം ബാടി ചത്തുപോയി അല്ലേ? അന്ന് വെയിലായിരുന്നല്ലേ? അതിഞ്ഞ് വേറെ എടുത്ത് നടണോ? അന്ന് ഒരു വേറെ പാട്ടി കൊടുത്തിട്ട് അതിലേക്ക് നടണം. കരിവേപ്പിൻ്റെ ഇല നിറച്ചുണ്ട്. മഴ വന്നാലേ വെള്ളം നിന്നിട്ട് എല്ലാം താഴേക്ക് ഇങ്ങനെ വൈകിട്ടുണ്ടാവും. പിന്നെ അവിടെ ജോള ചെടി എല്ലാം ഉണ്ട്. ജോള പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നട്ടിട്ടുണ്ടാവും. അത് കാട്ടാവാ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ. മെല്ലെ പോ, മെല്ലെ ടിന്ന്. ഇത് വിത്തിട്ടതല്ലേ പോ? എങ്ങനെ? ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇതെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് കട്ടാക്കിട്ട് അതിൻ്റെ ഉള്ളിൽ നട്ട്. അപ്പൊ അത് വന്ന് വിത്തിട്ടത് വന്ന ചാണകത്തിന്റെ ഇത് പൊടിയെല്ലാം ഇട്ടിട്ട്, ഗൊബറെല്ലാം ഇട്ടിട്ട്, ഏറപ്പുസെല്ലാം ഇട്ടിട്ട് വന്ന്. ഈ സൈഡിലൊന്നുണ്ട് ചെറുത്. ഇത് നല്ല ഉണ്ടടാ. ഇത് ഇങ്ങനത്തെ മുള്ളുണ്ടല്ലേ? ഇതിപ്പുറത്ത് പച്ചക്കായിന്റെ ഉണ്ട്. വെള്ളം നിക്കുന്നുണ്ടല്ലേ പാട്ടില്? വാട്ടേക്കണം. ഇത് അന്ന് മഞ്ഞ പച്ചക്കായില്ലേ, അതിന്റെ കുരുട്ടത്. മല്ലിയിലെല്ലാം നട്ടിട്ടുണ്ടോ നിങ്ങള്? നീ നട്ടതാ? ഇത് ഞാൻ നട്ടത്. ഇത് ഞാൻ നട്ട് പപ്പയിന്റെ. മല്ലി എങ്ങനെ നട്ടതടാ? അത് മല്ലിന്റെ കുരു എടുത്തിട്ട്, മല്ലിച്ചപ്പിന്റെ ഇതുണ്ടാവില്ല, മല്ലിന്റെ കുരു, അതിനെ പൊടി ആക്കിട്ട്, പൊടി പറഞ്ഞ് ഇങ്ങനെ 2 ഭാഗം പോലെ അങ്ങനെ ആക്കിട്ട് ഇട്ടാ മതി, വരുമല്ലേ? ഐഡിയസ് ഉണ്ട്. ചക്ക, ചക്ക, പഴഞ്ചക്ക അല്ലേ? ഒന്നും ആയിട്ടില്ലല്ലേ? ഞങ്ങൾ ഇന്നലെ എടുത്തിട്ടല്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. ഭരിക്കല്ല, കൂള ചക്ക. അപ്പൊ ഇനി അതിന്റെ ഇനി രസം മാത്രം എടുക്കണം. അതിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അതിന്റെ രസം എടുക്കാം. അപ്പൊ നല്ല ഐസ് ഉണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട്. അപ്പൊ ഒരു കവറെല്ലാം കുത്തി ഇതാക്കി കഴിക്കില്ല ചുറ്റിട്ട് എങ്ങനെ ആയി നോക്കി. അപ്പൊ ഇതിന്റെ ഇതാ ഇത്രേ ആയിട്ടില്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ചക്കന്റെ ഇത് അരിപ്പൊടി ഇടണം. 3 എടുത്തിട്ടുണ്ട്. ഏലക്കി, അതിനൊരു ഗ്ലാസ്സിലിട്ടിട്ട് പൊടിയാക്കണം.
ഇതെങ്ങനെ ഇടാം, ഇതിൻ്റെ തോലൊന്നും എടുക്കണ വേണ്ട. നല്ല മണം. മതി ജീരകണ്ട, മതി 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 മതി. മിക്സ് ആക്കിയോണ്ട് അമ്മ. തമ്പിക്കുട്ടിച്ച വന്നിന് നല്ല കുഴച്ചിട്ടായി, നല്ല മിക്സ് ആയിനല്ലമ്മ. പിന്നെ കുറച്ച് വേണമായിരുന്നു പൊടി, 1/2 kg പൊടി ഇട്ടിന്. പിന്നെ നോക്കണേ എല്ലാം ഇടണോ. ഇതെല്ലാം കുറച്ച് മധുരം കുറവുണ്ട്, അതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ചക്കൻ്റെ ആ മധുരം മതിയാവും. ഇത് വരിക്ക ചക്ക ആണെങ്കിൽ നല്ലതാണ്. പൊടി പൊടി ആക്കണം അല്ല. തേങ്ങ ഇതാക്കിയിട്ടിടണം, തേങ്ങ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇടണം. ഇവിടെ തേങ്ങ ഇതായി, തേങ്ങ കൊത്താക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വെല്ലം, അരിപ്പൊടിയാണിത് നമ്മൾ ഇട്ടുന്നത്. തരി, കടുമ്പിനെല്ലാം എടുക്കുന്ന തരിയാണ് ഇട്ടുള്ളത്. അപ്പം ഇനി നല്ലോണം ഇത് നല്ല പാകമായി. ഇപ്പം ഇത് ഇനി വെന്ത് വരാൻ നേരത്താണ് നല്ല മണം ഉണ്ടാവും, ആ ചക്കേൻ്റെ ഒരു മണം, ഏലക്കിൻ്റെ ഒരു മണം. ഇത് വെളുത്ത വെല്ലം ഉണ്ടെങ്കിൽ നല്ലതാ. ഇതിപ്പോൾ കറുത്ത വെല്ലം ഞാൻ വെല്ലം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ഇട്ട്. നമ്മൾ മധുരം ഇട്ടത്, പഞ്ചസാര ഇട്ടതാണെങ്കിൽ ഇത് വെള്ളമാവും, ഈ മാവ് വെള്ളമാവും. അതിനെ കൊണ്ട് വെല്ലം ഇട്ടത്. അപ്പോൾ ഇത് പാകം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ ഇത് വെള്ളം വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെള്ളം വെച്ച് ഇതിൽ ഒരു ഇഡ്ഡലീൻ്റെ തട്ടും അടച്ചിട്ട് നമ്മുടെ ഇനി ഇലയിൽ നമുക്ക് പരത്തി പരത്തി വെക്കാം. ഇപ്പം നമ്മൾ പരത്താൻ പോവാണ്. ഇലയിൽ നമുക്ക് ഇത് പരത്താനൊന്നുമില്ല, ഇലയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. നല്ല തെളിവ് പൈറ്റ അമർത്തിയാൽ നല്ല വേഗം വേവും പഠിക്കും. ഇട്ടാല് നല്ല മിക്സ് ആയിട്ടുണ്ടാവും. ഇലയിലൊന്ന് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തല്ലേ, ചക്കപ്പുട്ട് ബന്ധാ റെഡി ചെയ്യാം. അപ്പം ഇനി വേവുമ്പോൾ ബന്ധിട്ടായ പിന്നെ നമുക്ക് ഇനി കാണാം. അപ്പം എല്ലാം റെഡിയായി, ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഈ പൂവെല്ലാം വിരിഞ്ഞതാ, എല്ലാം വിരിഞ്ഞ് കുറച്ച് മുട്ടുണ്ട്. വേവുമ്പോഴത്തേക്കും നമുക്ക് ലേശം പൂവെല്ലാം പറിക്കാമെന്ന്. ദിവസം ഇത്രയേ പൂ കിട്ടുന്നത്. ഈ മണത്തിന് വേണ്ടിയിട്ട് ഞാൻ പറിച്ചു വയ്ക്കുമോ, റൂമിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഫുള്ള് മണം ഉണ്ടാവും. സൈക്കിൾക്ക് ലൈറ്റ് ഫിറ്റാക്കി പറഞ്ഞത് ഇതന്നെ. നമുക്ക് ചക്കേൻ്റെ അപ്പം വെന്താ നോക്കാം. വാവ്, നല്ല മണം വരുന്നുണ്ട്. കുറച്ചും കൂടെ വേവണം. ലേശം നോക്കട്ടെ, വെന്തിനോ നോക്കാം. ഇല്ല, കുറച്ചും കൂടി വേണം. വെന്താ നോക്കാം. വെന്തിട്ടില്ല, അരി അതിൻ്റെ ഉള്ളിൽ അരിയുണ്ട്. അപ്പം കുറച്ചും കൂടെ വേവട്ടെ. നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇത്, കുറച്ചും കൂടി വേവട്ടെ. തിരിച്ചിട്ടു
ഇത് കണ്ട ഈ ഇലേൻ്റെ നടുവിലൊന്നും ഒന്നായിട്ടില്ല, വെന്തിട്ടില്ല. അപ്പോൾ ഈ ഇല മേലെ ഇരുന്നു കൊണ്ടാണ് ഇതിങ്ങനെ വേവാത്തത്. അതിന് ഇത് സൈഡിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടി വേവട്ടെ. അപ്പോൾ നമ്മുടെ ചക്കൻ്റെ അപ്പം റെഡി. അപ്പം ഇനി അതിനെ എടുത്തിട്ട് നമുക്ക് തിന്നു നോക്കാം. ചൂടുണ്ട്. പ്ലേറ്റിൽ വെച്ചിട്ട് നോക്കാം നമുക്ക്. ആഹാ, നല്ല ബിന്ദിനി. ചക്കേൻ്റെ അപ്പം നമുക്ക് തിന്നു നോക്കാം. കുറച്ച് മധുരം കുറവായിന്. നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മളിതാക്കിയത് അരിൻ്റെ കടുമ്പ് പൊടിയിലാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് അപ്പോൾ ചക്കപ്പം? നല്ലുണ്ട്. നല്ലുണ്ടല്ലേ? കുറച്ചും കൂടെ മധുരം വേണമായിരുന്നു അല്ലേ? അത്ര മധുരം പോരാ, മതിയായിട്ടില്ല. അങ്ങനെ നല്ലുണ്ട് ചക്കപ്പുട്ടൻ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബ് ആക്കി. ബൈ.